ബീഹാറിലെ ജംഗൽ രാജ സിനിമയിലും വെബ് സീരീസുകളിലുമാണ് നമ്മളിൽ ഭൂരിഭാഗവും കണ്ടിട്ടുള്ളത്. എന്നാൽ നമ്മൾ കണ്ടിട്ടുള്ളതിനേക്കാൾ അത് നേരിട്ട് കണ്ടിട്ടുള്ള നിരവധി മലയാളികൾ ബീഹാറിൽ ഇപ്പോഴുമുണ്ട്. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ബീഹാറിലെത്തി അവിടെ സ്ഥിരതാമസമാക്കിയ ഒരു കൂട്ടം മലയാളികളുമായി കുറിച്ചുള്ള റിപ്പോർട്ടാണിത്. വ്യത്യസ്ത രാഷ്ട്രീയമുള്ള ഇവർക്കെല്ലാം ഒരു കാര്യത്തിൽ ഏക അഭിപ്രായമാണ്: ബീഹാർ പഴയ ബീഹാറല്ല. ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്കൊക്കെ കടക്കുകയാണ്. ഇവിടെ എന്നോടൊപ്പം ബീഹാറിൽ ഉള്ള മലയാളികളായ കുറേ പേരുണ്ട്. ഇതിലൊരു പ്രത്യേകത ഉണ്ട്. പലരും കഴിഞ്ഞ നൂറ്റാണ്ടിൽ ബീഹാറിലെത്തിയവരാണ്. അതായത് 80കളിലും 90കളിലും ഒക്കെ ബീഹാറിലെത്തിയവരാണ്. പഴയ ബീഹാറും പുതിയ ബീഹാറും തമ്മിലുള്ള വ്യത്യാസമൊക്കെ നമുക്ക് അവരിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കാം. ഷാജിയുടെ കൊല്ലത്ത് നിന്നാണ്? ഞാനല്ല, നിലമ്പൂര്, മലപ്പുറം നിലമ്പൂര്. ഏത് വർഷമാണ് ബീഹാറിലെത്തി? ഞാൻ 84 വന്നിട്ടുണ്ട്. ഇവിടെ ഒരു പ്രൈവറ്റ് കമ്പനി ജോലി ചെയ്യാണ്. അന്നത്തെ ബീഹാർ ഇന്നത്തെ ബീഹാറും തമ്മിലുള്ള ഒരു ഇന്നത്തെ ബീഹാർ ഒത്തിരി വ്യത്യാസമുണ്ട്. അന്നെന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ 2 ട്രെയിനൊക്കെ കയറിയായിരുന്നു പറ്റ്നയിൽ വരുന്നത്. അഥവാ രാത്രി വന്നു കഴിഞ്ഞാൽ സ്റ്റേഷനിൽ തന്നെ ഇരിക്കേണ്ടി വരുമായിരുന്നു. വീട്ടിൽ പോകാൻ പറ്റത്തില്ലായിരുന്നു. രാത്രി യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ലായിരുന്നു അന്ന്. പക്ഷെ ഇന്ന് അതൊക്കെ മാറിക്കിട്ടി. ജോയ് ചേട്ടൻ ഇവിടെ എത്തുന്നത് 82ലാണ്. 85-ല് അന്നത്തെ ബീഹാറും ഞാൻ ഈ ചോദിച്ചതുപോലെ തന്നെ. എനിക്കും പറയാനുള്ള അത്രയേ ഉള്ളൂ. ഇത്തിരി ഡെവലപ്പ് ആയിട്ടുണ്ട് ഇവിടെ. റോഡുകളാന്നേലും കുറേ പാലങ്ങൾ വന്ന് അങ്ങനെ ഇങ്ങനെയുള്ള. ആ സമയത്തൊക്കെ രാത്രിയിലൊക്കെ ഇറങ്ങി നടക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു പണ്ടത്തെ സമയത്ത്. 8 മണി കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും വീട്ടിലങ്ങ് എത്തുമായിരുന്നു. ഇപ്പോഴാണെങ്കിൽ 12 മണി 1 മണി ആയാലും നമ്മൾ ഫ്രീ ആയിട്ട് നടന്നു പോവുകയും വരികയൊക്കെ ചെയ്യുന്നു. ബീഹാറിൽ സർക്കാർ സർവീസിൽ ജോലി ചെയ്തിരുന്ന വ്യക്തിയാണ്. കാരണം സാധാരണഗതിയിൽ ബീഹാറിൽ വന്ന് സർക്കാർ സർവീസിൽ 80കളിലൊക്കെ ജോലി കയറുക എന്നൊക്കെ പറഞ്ഞ അല്പം അവിശ്വസനീയമാണ്. എങ്ങനെയായിരുന്നു ബീഹാറിലെത്തിയത്? ബീഹാറിലെത്തിയത് എൻ്റെ ആങ്ങളെയും നാത്തൂനും ഇവിടെ ഉണ്ടായിരുന്നു. പുള്ളിക്കാരി ഇവിടെ സർവീസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ ഞാൻ 82-ലെത്തി. 83-ൽ ഇവിടെ വേക്കൻസി ഇറങ്ങി അവിടെ ജോയിൻ ചെയ്തു. വന്ന സമയത്തൊക്കെ ഇവിടെ ലേഡീസിന് വെളിയിൽ ഇറങ്ങാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒത്തിരി ഇമ്പ്രൂവ്മെൻ്റായി. ബീഹാർ ഒത്തിരി വികസിച്ചു. ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെ അന്നത്തേലും ഇപ്പോൾ ലേഡീസിനെല്ലാം വെളിയിലിറങ്ങി നടക്കാനും ഫ്രീ ആയിട്ട് നടക്കാനൊക്കെ പറ്റും. അന്ന് ലേഡീസിന് വെളിയിൽ ഇറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷനായിരുന്നു. ബീഹാറിലെ ഒരുപക്ഷെ ഏറ്റവും സീനിയറായ മലയാളി എന്ന് പറയാവുന്ന സാറാണ്. 1972 ഫെബ്രുവരി ഓൺവേർഡ്സ് ഇവിടെ ഉണ്ട്. അതായത് അടിയന്തരാവസ്ഥയുടെ ഒക്കെ സമയത്ത് അടിയന്തര സമയത്തുണ്ട്. അന്ന് ഞങ്ങളുടെ ഓഫീസ് വഴി പാസ് കിട്ടുമായിരുന്നു. അതുകൊണ്ടാണ് പുറത്തിറങ്ങാൻ പറ്റുള്ളായിരുന്നു. ഈ JP മൂവ്മെന്റ് ഒക്കെ കണ്ടിട്ടുണ്ട്. ജയപ്രകാശ് നാരായൺ, അതും ജയപ്രകാശ് നാരായൺ മൂവ്മെന്റ് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ സെക്രട്ടറി എന്ന് പറയുന്നത് തോമസ് എബ്രഹാം. എന്നെ വളരെ അടുത്തൊരു സുഹൃത്തായിരുന്നു. JPയുടെ സെക്രട്ടറി മലയാളിയായിരുന്നു തോമസ് എബ്രഹാം. അന്ന് ഒരുവിധം റോട്ടിൽ കൂടിയൊക്കെ ആൾക്കാരും പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുന്നതാരും പ്രയാസമായിരുന്നു. കാരണം കത്തി കൊണ്ട് എന്തെങ്കിലും കൊണ്ടുപോകുമായിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളില്ല. ആ സമയത്ത് ഇവിടെ ചെറിയിട്ടാടുമ്പോൾ ഒരു ബ്രിഡ്ജുണ്ട്. ഇപ്പോൾ സ്ത്രീകളൊക്കെ പോവുകയാണെങ്കിൽ ഒരു 6 മണി 7 മണി ആയി കഴിഞ്ഞാൽ ആരെങ്കിലും 2 പേര് വന്നിട്ട് കിട്ടുന്ന പഠിച്ചുകൊണ്ട് പോകും. വളയെങ്കിൽ വളം, മാലെങ്കിൽ മാല, കാതെങ്കിൽ കാതെ. അല്ലെങ്കിൽ കത്തി കൊണ്ടിട്ട് മിണ്ടിപ്പോരുത്. അപ്പോൾ ചിരിച്ചോണ്ട് ആദ്യം കത്തിയായിരുന്നു, പിന്നീട് നോക്ക് തിരിച്ചിട്ട് സംസാരിക്കുള്ളൂ. വലിയ കാര്യമായിട്ട് ഇനി കാലമല്ല, പൈസൻ്റെ കാലമല്ല, ചൂടിൻ്റെ കാലമല്ല, നമുക്ക് ചെയ്യും അങ്കുട്ടിൻ്റെ കാലമല്ല, അതുകൊണ്ട് പോയിരുന്നു. അപ്പം പാസർ ബൈക്ക് അവർക്ക് സംശയമായിരുന്നു. അവർ തമ്മിൽ കൂട്ടുകാർ പരിചയക്കാട്ട് സംസാരിച്ചുകൊണ്ട് മെയിൻ റോഡിലേ പറഞ്ഞത്. അന്ന് അങ്ങനെ ഉണ്ടായിരുന്നു. അതൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ട്, പാസ് ചെയ്ത് പോയിട്ടുണ്ട്. ആ സമയത്ത് റെയിൽവേ സ്റ്റേഷനിൽ വരുന്ന കഴിഞ്ഞാൽ അന്ന് രാത്രി നമ്മൾ വീട്ടിൽ പോകാറില്ല. അവിടെ കിടന്നുറങ്ങിയിട്ട് രാവിലെയാണ് വീട്ടിൽ പോകുന്നത്. ആ ഒരു കാലമൊക്കെ മാറിയിട്ട് ഒരുപാട് വ്യത്യാസങ്ങളായി. ഇന്ന് നമ്മൾ പറയുമ്പോഴത്തേക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നു. അതിനെ നമ്മൾ അംഗീകരിക്കുന്നു. രാഷ്ട്രീയം വേറെ, പക്ഷെ കാലങ്ങൾ മാറുന്നതോടൊപ്പം പല വ്യത്യാസങ്ങളും വന്നു. ലാലു പ്രസാദ് യാദവ് 92-ലാണെന്ന് തോന്നുന്നത്. 90 ആ സമയത്ത് വന്ന സമയത്താണ് ഞാൻ പറയുന്നത്. ആ സമയത്ത് വളരെ വ്യത്യാസം വന്നു. ഞാൻ 93 ഓൺവേർഡ്സ് ഉണ്ട് ഇവിടെ. അപ്പം ആ സമയത്ത് ഈ ജാതിപരമായിട്ട് വളരെ അടിച്ചമർത്തപ്പെട്ട ആൾക്കാർക്കും അവർ മറ്റുള്ള ഡെവലപ്മെൻ്റ് ഒന്നും നടത്തിയില്ലെങ്കിലും ഈ വക കുറച്ച് കാര്യങ്ങൾ അവർ ചെയ്തു. ജാതിയിൽ അത് താന്നു കിടന്നവരെ ഒന്ന് അവരുടെ മാനസികമായിട്ട് ഉയർത്തിക്കൊണ്ടുവന്നു വന്നു. അല്ലാതെ സാമ്പത്തികമായിട്ട് ഉയർത്തിയെന്ന് ഞാൻ പറയുന്നില്ല. അതൊരു തുടക്കമായിരുന്നു. പിന്നെ അതിനുശേഷം അത് പിന്നെ ഒരു ജംഗൽ രാജ് എന്ന് ഇപ്പം പറഞ്ഞുകൊണ്ട് ഇതിലേക്ക് മാറി. നമ്മുടെയൊക്കെ നാടൊക്കെ പോലെ തന്നെ ബീഹാറും മാറി. അത്രയ്ക്ക് വന്നിട്ടില്ല. അത്രയ്ക്ക് വരണം. ഇനി ഒരു 25 വർഷം ഇനിയും കഴിയണം. ഇത്ര മാറ്റങ്ങൾ വന്നാൽ ഒരു 25 കൊല്ലത്തിൻ്റെ ഗ്യാപ്പുണ്ട്. മറ്റുള്ള സ്റ്റേറ്റും ബീഹാറും തമ്മിൽ ആ മാറ്റമുണ്ട്. ആ 25 കൊല്ലം അത് വികസിക്കുന്ന അനുസരിച്ച് ഇത് പിന്നെയും വരുമ്പോഴത്തേക്ക് അപ്പോഴത്തേക്ക് മാറ്റം. ആ പുറകോട്ട് പോയ അടിച്ച മാറ്റം എന്നും ഉണ്ടത്. അത് നമ്മൾ തള്ളിക്കളയാൻ പറ്റുന്നതല്ല. പട്നയിൽ നിന്നും ജഗദീഷ് കൃഷ്ണനൊപ്പം ബി ബാലഗോപാൽ, മാതൃഭൂമി ന്യൂസ്.